വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ലഹരി ഉൽപാദനം കേരളത്തിൽ വ്യാപകമാക്കാനും ഇതുപോലെ വ്യാപകമായ കൊലപാതകങ്ങളും വ്യാപകമായ അക്രമങ്ങളും ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സർക്കാരിന്റെ ഈ നയത്തിനെതിരെ നമുക്ക് ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾ നടത്തുന്ന ഈ സമരം വളരെ യാദൃശികമായി സംഘടിപ്പിച്ചതാണ്. മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുത്ത് ആ തീരുമാനം പത്രദ്വാര നമ്മൾ അറിഞ്ഞപ്പോൾ മുതൽ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ നേതാക്കളും പ്രവർത്തകന്മാരും വളരെ ആവേശപൂർവ്വം സമരപരിപാടികളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യത്തെ സമരപരിപാടി NNS തന്നെ നടത്തട്ടെ, അത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ നടത്തട്ടെ എന്ന തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഓരോ ജില്ലയിൽ നിന്നും ലിസ്റ്റ് പ്രകാരം തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ഈ സൈന്യത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഉറക്കെ NNSന് വേണ്ടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ മാനവരാശിയെ മൊത്തം ഒന്നടക്കം ലഹരിക്ക് അടിമപ്പെടുത്തുന്നതിന് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന്റെ ഈ ബ്രൂവറി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിനെതിരെ വേണ്ടി വന്നാൽ തീർച്ചയായും ഇതിനൊരു മാറ്റം, ഇത് പിൻവലിക്കാനുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ പ്രവർത്തകന്മാർ ഒന്നടങ്കം സംഘടിച്ച് പാലക്കാട്ടേക്ക് മാർച്ച് നടത്തുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്ത് വില കൊടുത്താലും ശരി, എന്ത് തന്നെ നഷ്ടം സഹിക്കേണ്ടി വന്നാലും ശരി, ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വെച്ച് നടത്തുന്ന ഈ സമരപ്രഖ്യാപനം ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവിനെ കളിയാക്കുന്ന പ്രിയപ്പെട്ട എക്സൈസ് മന്ത്രി, അങ്ങോട്ട് എന്താണ് VD സതീശൻ സാർ ചോദിച്ചത്? ഈ ബ്രൂവറി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എത്ര കിട്ടി? എന്ന ചോദ്യം മാത്രമേ VD സതീശൻ ചോദിച്ചുള്ളൂ. അതിന് എക്സൈസ് മന്ത്രി, കള്ളുമന്ത്രി VD സതീശനെതിരെ തുള്ളിച്ചാടുകയാണ്. ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്തത്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അനുമതി പോലും ഇല്ലാതെ പാലക്കാട് കഞ്ചിക്കോട് ഇത്രയും പ്രമാദമായ ഒരു സംഭവത്തിന്, ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്ത കേരള സർക്കാരിന് ഇതിന്റെ പിന്നിൽ അഴിമതി എത്ര ആളയിട്ട് പ്രഖ്യാപിച്ചാലും അത് ഉൾക്കൊള്ളാനും അത് ചെവിക്കൊള്ളാനും കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവുകയില്ല. അതുകൊണ്ട് വളരെ മാന്യമായി ഞങ്ങൾ പറയുന്നു, ഈ തീരുമാനം പിൻവലിക്കണം. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന് ജനകീയ സമരത്തിന് ഞങ്ങൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ ഇതൊരു ജനകീയ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരപരിപാടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.